പ്രിയപ്പെട്ട കുട്ടികളെ, ലഘുകഥയുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്തിൽ നിന്നും ഡയറി, വാർത്താലാപ്, കത്ത് എന്തു വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തെഴുതുമ്പോഴും അതിൻ്റെ കണ്ടൻറ്റിനു മാത്രമല്ല പ്രാധാന്യം. ഫോർമാറ്റ്, ശൈലി, ഭാഷ, നീറ്റ്നെസ് എല്ലാത്തിനും മാർക്കുണ്ട്. അതുകൊണ്ട് 4 മാർക്കിൻ്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അതിൻ്റെ വൃത്തിയോടും ഭാഷാശൈലിയോടും വേണം നമ്മൾ എഴുതാൻ. ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 13 ഒരു ചോദ്യം ഇങ്ങനെയാണ്: റെയിൽഗാഡിക്ക് അനുഭവിനെ പതിക്കോ അപ്പനെ പിതാ കി യാദ് ദിലായി, ഉൻകി ഡയറി ലിഖി. റെയിൽഗാഡിക്ക് അനുഭവിനെ, റെയിൽഗാഡിയുടെ അനുഭവങ്ങൾ, പതിക്കോ പതിക്ക് ഭർത്താവിന്, അപ്പനെ പിതാക്കി യാദ് ദിലായി തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നൽകിയത്. ഉൻകി ഡയറി തയ്യാർ കരയും, അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതൂ. ഇവിടെ ഈ ചോദ്യത്തിൽ മേഹനത്ത് അഥവാ പരിശ്രമം അതുമാത്രമേ നമ്മുടെ മുന്നിൽ സൂചനയായിട്ടുള്ളൂ. അതുകൊണ്ട് പരിശ്രമശാലികളായ കുടുംബത്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്ന ആരെയും ഓർത്ത് ഈ ഡയറി നമുക്ക് എഴുതാവുന്നതാണ്. മാതൃകയായി എഴുതാം. പിതാക്കി മേഹനത്ത്, അച്ഛൻ്റെ പരിശ്രമം. ഗർക്കി മുസീബത്ത്, വീടിൻ്റെ ബുദ്ധിമുട്ടുകൾ. കൈസേ ജിനേം ഭൂലും, അവ എങ്ങനെ മറക്കും. മേരെ പിത, എൻ്റെ അച്ഛൻ. വേ റെയിൽഗാഡി സേ സാമാൻ ബേച്ചുകർ, അദ്ദേഹം തീവണ്ടിയിൽ സാധനങ്ങൾ വിറ്റിട്ട് ദക്കേഹാരെ വാപ്പസ് ആത്തേ സമയം, ക്ഷീണിതനായി വീട്ടിൽ മടങ്ങിയെത്തുന്ന സമയം. ഉൻകി ആങ്ഖോമേം, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദേക്കി കണ്ട, വഹി നമി, അതേ നനവ്. മേരി സിന്ദഗിമേം കൈസേ ഭൂലും, ആ നനവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ മറക്കും. മൈം ബഹുത്ത് യാദ് കർത്താഹും, ഞാൻ വളരെയധികം ഓർമ്മിക്കുന്നു. അച്ചി തരക് യാദ് കർത്താഹും, നന്നായി ഓർമ്മിക്കുന്നു. ഉസ്കാ പ്യാര, അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള, ഗർമ്മ ഊഷ്മളമായ, പ്യാർ ഭര ചേഹര, സ്നേഹം നിറഞ്ഞ ആ മുഖം. മൈ ഹമേശ ആപ്കെ പ്യാർ, ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്നേഹവും, ഔർ സമർത്ഥൻ പർ, പരിഗണനയിലും ഭരോസ കർത്താഹും, വിശ്വസിക്കുന്നു. ആപ്നെ ഹമാരെ പരിവാർ കെ ലിയെ ജോ കുച്ച് കിയാ ഥ, അദ്ദേഹം കുടുംബത്തിനു വേണ്ടിയിട്ട് എന്താണോ ചെയ്തത്, സബ് എല്ലാം ഹമാരെ ലിയെ ഹെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പിതാക്കി ഏ മേഹനത്ത് കോ ഹമേം, പിതാവിൻ്റെ ആ പരിശ്രമങ്ങളെ ഹമേം ഞങ്ങൾക്ക് ഏക്ക് നയി പകച്ചാൻ ദേത്തി ഹെ, ഒരു പുത്തൻ തിരിച്ചറിവാണ് നൽകിയത്. കി കൈസേ ഹാർ ജാവോ മുസീബത്തോ സേ, മുസീബത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എങ്ങനെ കരകയറണം. ആപ് സബ്സെ അച്ഛേ പിതാഹും, താങ്കൾ ഏറ്റവും നല്ല അച്ഛൻ തന്നെയാണ്. ഇസ് ദിൻ, ഈ ദിനം, ഹർ ദിൻ, ഓരോ ദിനവും, ആപ്കോ പ്യാർ കർത്തേ ഹൈം, താങ്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇതുപോലെ നിങ്ങളും ഡയറിയിലേക്ക് സ്വന്തം വരികൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. തുടക്കത്തിൽ തെറ്റുകളൊക്കെ പറ്റാം, എഴുതുക. ക്രമേണ തെറ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ലഘുകഥയുടെ മുഖ്യഘടനയായി പ്രധാന സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ലഘുകഥയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയ, ഹോഷിയാർപൂരിൽ നിന്നും വിവാഹ ക്ഷണം വന്നു. ഉൻ ദിനോം ഹൽക്കി സർദി ഓർ ഡണ്ടഗതി, ആ ദിവസങ്ങൾ നേരിയ തണുപ്പുണ്ടായിരുന്നു. എ സി കെ ബജായ് ജനറൽ കോച്ചുമേം യാത്രാക്കി, എ സിയിലല്ലാതെ ജനറൽ കോച്ചിൽ യാത്ര ചെയ്തു. സീറ്റ് ബുക്ക് ധി, ഇസ്ലിയെ കൊയ് പരേശാനി നഹീം ഹുയി, സീറ്റ് ബുക്ക് ചെയ്തിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. രംഗ് ബിരംഗി ഷാളോം കാ ഭാരി ഗഡർ ഉഠാക്കർ ഏക്ക് യുവതി ആയി, പല വർണ്ണങ്ങളുള്ള ഷാളുകളുടെ ഒരു കെട്ടുമായി ഒരു യുവതി വന്നു. ഏക്ക് പീസ് കെ ലിയെ 250 റുപ്പേ ധി, ഒരു പീസിന് 250 രൂപയായിരുന്നു. പത്നി തോൽ മോൽ കി, പത്നി വിലപേശി. യുവതി കാ ഗല രൂന്ത് ഗയ ഔർ ആംഖേം ഭർ ആയി, യുവതിയുടെ തൊണ്ട ഇടറി, കണ്ണുകൾ നനഞ്ഞു. ഏക്ക് ഷാൾ കോ 150 റുപ്പേ മാൻ ഗൈ,
ഒരു ഷാളിന് 180 രൂപയായി സമ്മതിച്ചു. പത്നീനെ 5 ഷാൾ അലഗ് കർലി. ഭാര്യ പത്നി 5 ഷാൾ തിരഞ്ഞെടുത്തു. കുൽ 750 റുപ്പേതി, മൊത്തം 780 രൂപ കൊടുത്തു. ഉസ് യുവതിക്ക് ആങ്കോമേൻ ദേക്കി നമി, ആ യുവതിയുടെ കണ്ണുകൾ കണ്ട നനവ് പതിയെ അപ്പനെ പിതാക്കി യാദ് ദിലായി, തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ലഘുകഥയിലെ പ്രധാന സംഭവങ്ങൾ എല്ലാവരും ഓർമ്മിച്ചിരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.